ഹായ് 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 ചെയ്യുമറ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങളിപ്പോൾ ഉള്ളത് എന്താ ഇൻഡോറിലാണല്ലോ. ഇന്നിപ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് എണീറ്റുള്ളൂ. ഇന്ന് രാവിലെ ഇവിടെ ഒരു 7 മണി വരെ മഴയാണ്. വണ്ടിയിൽ നിന്ന് എണീക്കാൻ വേണ്ടി പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഇറങ്ങല കണ്ടെങ്കിൽ 9:30 സമയം. പിന്നെ അത് മാത്രമല്ല കുളിച്ചു അല്ലേ, മഴയാ നോക്കിയില്ല. നമ്മുടെ ഇവിടെ കുളിക്കാനുള്ള സൗകര്യം ഉണ്ട്, നല്ല ടാങ്ക് ഉണ്ട്, വെള്ളമുണ്ട്. അപ്പോൾ അതിലൊന്ന് കുളിച്ചു. കുളിയും കാര്യമൊക്കെ കഴിഞ്ഞാൽ ഒന്ന് ഉഷാറായിട്ടുണ്ട്. ഇനി എന്താ വെച്ചാൽ ഇവിടെ ധാബയിൽ എന്തെങ്കിലും രാവിലേക്ക് ഇപ്പോൾ കഴിക്കാൻ എന്തെങ്കിലും കിട്ടുമൊക്കെ ബ്രേക്ക്ഫാസ്റ്റ്. അല്ലാന്നാണെങ്കിൽ നമ്മൾ ക്ഷീണിക്കും. അപ്പോൾ നമ്മുടെ കയ്യിൽ മുട്ടയൊക്കെ ഉണ്ട്. ഇന്ന് മുട്ടയുടെ ഒരു മുട്ട പരിപാടിയാണെന്ന്. പിന്നെ നമ്മളെ സാധനങ്ങൾ ഫുള്ള് ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല, എല്ലാം സെറ്റ് അല്ലേ. പിന്നെ ഞങ്ങൾ ഇവിടെ ഒരു വാട്ടർഫാൾസ് ഉണ്ട്, അപ്പോൾ അവിടെ ഒന്ന് പോകണമെന്ന് കരുതുന്നുണ്ട്. ഇപ്പോൾ മഴ പെയ്തുകൊണ്ട് എന്തായാലും വെള്ളം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. യാതൊരു സംശയം വേണ്ട. ഇവിടെ പകൽ ടൈമിലും അല്ലാതെ മഴയൊന്നുമില്ല, ഉച്ചയ്ക്ക് ശേഷമാണ് മഴ ഉണ്ടാവുക. അപ്പോഴേക്ക് അവിടെയൊക്കെ പോയി ഒന്ന് കണ്ടുപോരുകയാണെങ്കിൽ 1 3 ഉണ്ട്. അതിലെതിരൊക്കെ ഒന്നെടുക്കാൻ പറ്റുമോ നമുക്ക് എന്താ. പിന്നെ ധാബ ഉണ്ടല്ലോ, എത്രയും ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞു എത്രാന് വലിയൊരു ധാബയാണ് അറിയോ, 16 ധാബയാണ്. അപ്പോൾ വലിയ ധാബ. അതെ. എന്നാൽ പിന്നെ നമ്മൾക്ക് ധാബയ്ക്ക് പോയിട്ട് റൊട്ടി കിട്ടു നോക്കാം. റൊട്ടി പോരെ, റൊട്ടി മതി. റൊട്ടി കിട്ടു നോക്കാം. റൊട്ടിയിലേക്ക് ദാൾ ഉണ്ടാവും. ദാൾ തന്നെയാണ്. അപ്പോൾ ദാൾ കറി, ദാൾ ചട്നി എന്താ വരുന്ന റൊട്ടി, ഇത് രണ്ടും പാടെ നമുക്ക് കഴിച്ചു നോക്കാം. വാ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ. അങ്ങനെയെങ്കിൽ ഞങ്ങൾ പ്രാതൽ കഴിക്കുവാണ്. കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾക്കൊരു വലിയൊരു റൊട്ടി കൊണ്ടുവന്ന് തന്നാലേ. അതിലേക്ക് ഒരു ചിക്കൻ്റെ കറിയുണ്ട്. ഇങ്ങനെ തന്നെയാണ് എല്ലാവരും കഴിക്കുന്നത് ഇവിടെ. എല്ലാവരും ഇങ്ങനെ കഴിക്കുന്നത്. ഇത് സത്യം പറഞ്ഞാൽ ഞങ്ങളതും ഒരു ഹാഫ് ലോറി ലൈഫും കൂടി കൂടിയിട്ടുള്ളതാണ് ഓട്ടോ ലൈഫ് എന്ന് പറയുന്നത്. സേഫായിട്ടുള്ള സ്ഥലം എനിക്ക് തോന്നുന്നത് പമ്പിനേക്കാൾ സേഫാണ് ഈ ധാബ എന്നുള്ളത്. പമ്പിൽ അവർ ഒരാളൊക്കെ ഉണ്ടാവും, ഒരാളെ 2 ആളുണ്ടാവും. അവർക്കും വേണമെങ്കിൽ നമ്മളെ ലോക്ക് ചെയ്യാം, അവരുടെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഓരോ ഡ്രൈവർമാരാണ്, ഓരോ വണ്ടി, അവർക്കൊക്കെ വണ്ടികളുള്ള ആളുകളായാലും വരെ വിശ്വസിക്കാം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേങ്കിൽ ആളുകൾ കൂടുതലാണ് അല്ലേ. അതിനെങ്ങനെയുണ്ട് ചിക്കൻ കറി ഇതൊക്കെ? ചിക്കൻ തന്നെയല്ലേ, ആടല്ലല്ലോ? നല്ല തോന്നുന്നു. അപ്പം ഇത് കൂട്ടിയില്ല, അപ്പോൾ സാറാണെന്നൊക്കെ പറഞ്ഞേ. ഇപ്പം മനസ്സിലായോ എന്താണ് ആടെന്ന് പറഞ്ഞ? ആടിൻ്റെ എന്താ ടേസ്റ്റ്? പെരും ടേസ്റ്റ് വെക്കുന്ന രീതിയാണ് അതില്ലേ. എന്തായാലും അടിപൊളി. ആടും അത് റൊട്ടിയും അടിച്ച് കയറ്റടാ ചെങ്ങന്മാരെ. പെരും ടേസ്റ്റ്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. റൊട്ടി ഇഷ്ടമായി, അതുപോലെ തന്നെ ഇതൊക്കെയുള്ള ഈ ഒരു ആടിൻ്റെ കറി അല്ലേ, എന്താ അടിപൊളി. നമുക്ക് ഇങ്ങനത്തെ ഒരു കൊട്ടയാണ്. ഈ കൊട്ടയ്ക്ക് കൊണ്ടുവന്ന് അങ്ങനെ റൊട്ടി ഇട്ട് തരും. പിന്നെ കൈ കഴുകാൻ പാത്രമുണ്ട്, ജഗ്ഗുണ്ട്, വെള്ളമുണ്ട്, ഉപ്പുണ്ട്. പിന്നെ ഇതുപോലെ പിന്നെ ഇതിലേക്കുള്ള സലാഡ് കുറച്ചുണ്ട്. അങ്ങനെ വന്നിരുന്ന് കഴിഞ്ഞാൽ മതി, നമ്മൾ ഓർഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവരങ്ങനെ റൊട്ടി കൊണ്ടുവന്നിടും വേണമെങ്കിൽ. ഓനങ്ങനെ റൊട്ടി കൊണ്ടുവന്നിടും, നമ്മളങ്ങനെ തിന്നുക, എന്നിട്ട് അതിൻ്റെ ബില്ല് ലാസ്റ്റ് അടക്കുക. എന്താ അടിപൊളി പരിപാടി അല്ലടാ, അങ്ങനെ സെറ്റ് പരിപാടി. ഏതായാലും മട്ടനാണെന്ന് പോലും മനസ്സിലാകാത്ത ഞങ്ങൾ തിന്നു. ഏതായാലും അടിപൊളി സംഭവം, ഒരു രക്ഷയില്ല. നമ്മളെ വണ്ടി കിടക്കാറുണ്ട്. ഞങ്ങൾ ഈ കല്ലിടുമ്പിലാണ്. ഈ കല്ലിടുമ്പിൽ നിന്ന് നമ്മുടെ വണ്ടീനെ എടുക്കുക എന്നുള്ള കുറച്ച് ടാസ്ക്കാണ്. കണ്ടോ, ഇവിടെയൊക്കെ കല്ലുകളാണ്. ഇതിൽ ഇങ്ങനെ ചാടിക്കുടഞ്ഞെടുത്ത് പോരണം. അതിൽ പോരാ. ഫ്രണ്ട് തിരിച്ചായി, ഫ്രണ്ട് തിരിച്ചിരിക്കാം, തിരിച്ചു പോയി പോരും. ഫ്രണ്ട് തിരിഞ്ഞു പോയി. അതെ പിടിക്കുന്നത് തന്നെ. ഞാൻ വലുതില്ല. ഓയിൽ ചാടിയടാ. അതെ, നീ കല്ലിടുമ്പിലെ നല്ല വണ്ടി എത്തിയതേ, നല്ല കല്ലിടുമ്പിലെ കരുതലാണ്.
ഇൻഡോറിൽ നിന്ന് 30 കിലോമീറ്റർ അകലെയുള്ള ഒരു വാട്ടർഫാൾസിലേക്ക് പോയാലോ എന്ന് കരുതുന്നുണ്ട് ഞങ്ങള് അല്ലേ. മോദി വാട്ടർഫാൾസ് എന്നാണ് അതിന്റെ പേര്. അത് കാര്യമായിട്ട് അതിനെക്കുറിച്ചൊന്നും പരാമർശിക്കുന്നില്ലെങ്കിലും ഇവിടുത്തെ ആളുകൾ ധാരാളമായിട്ട് ചെല്ലുന്ന ഒരു സ്ഥലമാണെന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. അതുപോലെ തന്നെ ട്രെക്കിംഗ് ആണ്. ഒരു ഗ്രാമത്തിലേക്ക് എത്തിയിട്ട് അവിടെ നിന്നും പിന്നെ ട്രെക്കിംഗ് ഉണ്ട്, നമുക്ക് നടന്ന് പോകണം. ഇപ്പൊ മഴ പെയ്യുന്ന കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ ഇപ്പൊ രാവിലെ മഴയല്ല, പക്ഷേ ഇന്നലെയൊക്കെ മഴ പെയ്താണല്ലോ, വെള്ളം ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. നമുക്കൊന്ന് പോയി നോക്കിയാലേ, ഏതായാലും 30 കിലോമീറ്റർ ഉള്ളൂ. പോയി നോക്കാം, അതും കൂടി എടുത്ത് പോരാൻ പറ്റും. ഇനിയിപ്പോ വെള്ളം കിട്ടണം, അതുപോലെ തന്നെ കുക്ക് ചെയ്യണം ഉച്ചയ്ക്കുള്ളത്. അതൊക്കെ ചെയ്യാണ്ട് വെള്ളം കിട്ടിയതിനൊക്കെ നടക്കുള്ളൂ. വെള്ളം അവിടെ നിന്ന് കിട്ടാൻ നോക്കാം നമുക്ക്. ഹൈവേയിൽ നിന്ന് ഈ റോഡാണ് കാണിക്കണേ. ഈ റോഡ് അടവാണ്. പണിയായല്ലോ, പണിയായി. അപ്പൊ ഞാൻ കുറച്ചുകൂടി മുന്നിൽ പോയിട്ട് റോഡുണ്ട്. ഈ റോഡാണ് പോകാൻ വേണ്ടി പറയണേ. ഇത് പോയൊക്കെ അല്ലേ, ഇതിലെ പോവുകയാണെങ്കിൽ നമുക്ക് മൊത്തം 16 കിലോമീറ്റർ ഇനി ഉണ്ടാവും കേട്ടോ. അതിപ്പോ അവിടെ കടയിൽ നിന്ന് വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റൂല താല്പര്യമില്ലാത്ത ആൾക്കാരാണ്. എന്ന് വെച്ചാൽ പേസ്റ്റും സോപ്പും സാബുനും വാങ്ങിയിട്ടുണ്ട്. 3 സാധനം. ഇത് നമ്മളത് കഴിഞ്ഞു. ഇത് ഏകദേശം ഇപ്പം എത്ര ദിവസമായി ഇറങ്ങിയിട്ട് എത്ര 51ാമത്തെ ദിവസമാണ്. 51ാമത്തെ 51 ദിവസമായി ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്. 2 മാസത്തേക്ക് ഇനി 60 ദിവസത്തേക്ക് ഇനി വെറും 9 ദിവസത്തിൻ്റെ കമ്മി കൂടി ഉള്ളൂ. എന്തായാലും 60 ദിവസം കൊണ്ട് 51 ദിവസം കൊണ്ട് ഞങ്ങൾ ഒരുപാട് കിലോമീറ്ററുകൾ താണ്ടി ഒരുപാട് സ്ഥലങ്ങൾ കണ്ടു, ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായി. ഇനി യാത്ര എപ്പോഴും നിന്നിട്ടില്ല, അവസാനിച്ചിട്ടില്ലല്ലോ. നമ്മൾ യാത്ര അവസാനിക്കാന്ന് പറഞ്ഞാൽ അവിടെ നിർത്തിയിട്ട് അങ്ങോട്ട് ഇപ്പം വലിയ വീട്ടിൽ കയറാൻ പറ്റൂല. ഇനിയും വേണം നമ്മൾക്ക് വീട്ടിലേക്ക് എത്താൻ ഒരു 10-12 ദിവസം ഓടുക. അതിൻ്റെ ഇടയിൽ വരുന്ന സ്ഥലങ്ങളൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. എല്ലാതും അല്ല, എന്നാലും ഏറെക്കുറെ ചില്ലറകളൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് എടുക്കുവാണെങ്കിൽ വാട്ടർഫാൾസ് ഇത്ര അടുത്തായതുകൊണ്ട് എടുക്കണം. നമ്മൾ 30 കിലോമീറ്റർ അല്ലേ ഉള്ളൂ. വെള്ളമാണ് കളയുന്നത്. അത് പറ്റില്ല കഴിച്ചു. അത് 2 ദിവസം അതിലെടുത്തത്, ഇന്നലെ എടുത്താണ്, 2 ദിവസമല്ല. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു ക്ഷേത്രമുണ്ട്. ഏതായാലും ഇവിടെ ഈ ടാങ്കിലത്തെ വെള്ളം നല്ല വെള്ളമാണെന്നാണ് ഇവിടെ ഈ നിൽക്കുന്ന ചേട്ടൻ നമ്മോട് പറഞ്ഞത്. ഇതെടുക്കാം അല്ലടാ, ഇതെടുത്ത് വന്നാൽ അത് ആദ്യം ഒന്ന് വെല്ല തുറന്നോ, താഴത്ത് വെക്ക്, എന്നിട്ട് വെല്ല തുറന്ന് നോക്ക്. എവിടേക്ക് ചാടണം നോക്ക്. ശരി, നീക്കിയേക്ക്. വാ, അടിപൊളി. ഇനിയും തന്നെ 2-2.5 കിലോമീറ്റർ കൂടി പോവണം. ഇനി അത്രേ ഉള്ളൂ. ഒരു ഫോറസ്റ്റ് വൈബ് ഏരിയയിലേക്ക് എത്തിയത് അല്ലേ. തേക്കിൻ തോട്ടാണ്, ഫുള്ളായിട്ട് തേക്കാണ്. റോഡ് 10ൻ്റെ വയസ്സില്ല. അതിൻ്റെ കാര്യം പറയാമല്ലോ, ഞങ്ങളിപ്പോൾ ഒരു 4 കിലോമീറ്റർ പോകുന്നോണ്ട് നിൽക്കുന്ന റോഡാണ്. ഇനി നമുക്ക് 2.5 കിലോമീറ്റർ പോകാനുള്ള റോഡാണ്. ഒരു മാതിരി റോഡ് ആകെ കുഞ്ഞു കാര്യമൊക്കെയാണ്. എന്തായാലും മൊത്തം കുരുങ്ങാണ്, മൊത്തം ഈ ഒരു സംഭവം കൊണ്ടാണ് ഞങ്ങൾക്ക് ഏറെ ക്ഷീണം പറ്റുന്നത്. അപ്പം ഞാൻ അതിൻ്റെ ബോഡി മൊത്തം ജെർക്ക് ചെയ്തുകൊണ്ടിരിക്കാം. ഇങ്ങനെ എത്ര തിന്നിട്ടും കാര്യമില്ല, അത് ശരീരത്തിൽ കേൾക്കില്ല, ക്ഷീണിക്കേ ചെയ്യുള്ളൂ. ഇത് ഒരു ദിവസത്തെ കാര്യമല്ല, ഇതും അങ്ങനെ തന്നെയാണ്. അവിടെ നിന്ന് കുറച്ച് ദൂരം ഇങ്ങനെ പോന്നപ്പോഴേ റോഡിൻ്റെ സെറ്റപ്പ് തന്നെ ആകെ മാറി. സിംഗിൾ ലാൻഡ് റബ്ബറൈസറാണ്, അടിപൊളി. ഇപ്പോൾ വണ്ടിക്ക് കുലുക്കുമല്ല, വച്ചയല്ല, ഒന്നുമില്ല. 2 സൈഡിലും നല്ല തേക്കിൻ തോട്ടം, അതിൻ്റെ ഇടയിലുള്ള റോഡ്. റോഡ് വീതി കൂടും കേട്ടോ, റോഡ് വീതി കൂടി, എന്നാലും അടിപൊളിയാണ്. റബ്ബറൈസറാണ്, സൂപ്പർ. ആ റോഡിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ ഗ്രാമീണ വഴിയിലേക്ക് കയറിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഒരു ഗ്രാമത്തിലെത്തിയിട്ടുണ്ട്. നമ്മളുടെ വണ്ടി ഇവിടെ ഇങ്ങനെ കെട്ടിമൂടി വെച്ചിട്ടുണ്ട്. ഇതിലെങ്ങനെ പോകാനാണ് അവർ പറയണത്, നമുക്ക് കറക്റ്റ് അറിയില്ല. ഇവിടെ ആരോട് ചോദിക്കാൻ അധികം ആളുകളും ചെക്കന്മാരൊന്നും കാണാമല്ലോ അല്ലേ. നമുക്ക് കറക്റ്റ് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റിയില്ല. ഇനി നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് അങ്ങനെ ഇതുവഴി അങ്ങനെ പോയി നോക്കുകയാണ്. ഇവിടെയാണ് പാർക്കിംഗ് എന്നാണ് തോന്നുന്നത്. ഇവിടെ 1-2 വണ്ടികളൊക്കെ നിർത്തിക്കണം, ബൈക്ക്. അത്ര വലിയ പാർക്കിംഗ്, അത്ര വലിയ വാട്ടർഫാൾസ് ഒന്നും അല്ല. നമ്മൾ ഇത്ര അടുത്ത് കണ്ടപ്പോൾ ഇവിടുത്തെ ആളുകളൊക്കെ വരുന്നത് വാട്ടർഫാൾസാണ്. ചെറുത്. അവിടെ അത് ആഭ്യത്തെ കാക്ക പറഞ്ഞപ്പോൾ പോയി നോക്കുകയാണ് അല്ലേ.
ഓ സംഭവം നിസ്സാരമല്ല ഗൈസ്. ഇവിടെ ഒരുപാട് വണ്ടികൾ നിർത്തിയിട്ടുണ്ട്. ഇവിടെ നല്ല പാർക്കിംഗ് സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളെ വണ്ടി ഇതിലെ കയറി പോരില്ല അല്ലേ. ഇവിടെ വെള്ളവും കാര്യങ്ങളൊക്കെ ഇതാ ജീപ്പേ ഒക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്, സൗകര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഗ്രാമമാണ്, ഇതൊരു വില്ലേജ് ആട്ടോ. ഈ വില്ലേജിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. വീടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. വെള്ളം വേണമെങ്കിൽ വാങ്ങാം. ഇനിയിപ്പോൾ അവിടെ നിന്നിട്ട് വന്നിട്ട് നോക്കാം അല്ലേ, വരുമ്പോൾ നോക്കാം. വെള്ളം കാര്യങ്ങളെല്ലാം ഉണ്ട്, എല്ലാ സംഭവങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ വണ്ടി കൊണ്ടുവരികയൊക്കെ ചെയ്യാം. ഓ ഒരുപാടായി ഞങ്ങൾ തന്നെ ഒരു ഗ്രാമം കയറിയിട്ട്, അതും കൂടി നടക്കുവാണ് ഇതിൽ. ഇത് കണ്ടോ, ഇതൊക്കെ ഒരു വീടാണ്. ഇവിടെ ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ കണ്ടില്ല നിങ്ങൾ? നടന്നിപ്പോ അതെ, ഞങ്ങൾക്ക് ഗ്രാമവും കിട്ടി, വാട്ടർഫാൾസും കാണാം. നടന്ന് പോകണം, കുറച്ച് ദൂരം ട്രക്കിംഗ് ഉണ്ട്. പിന്നെ ഒരു പച്ചയായിട്ട് കിടക്കുന്നുണ്ട്, പച്ചപ്പ് നിറഞ്ഞ് നിൽക്കുന്ന സ്ഥലമാണ്. ഇവിടെ ഗ്രാമങ്ങളിലൊക്കെ ചാണകങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വലിയൊരു വൃത്തിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. അല്ലടാ അത് നോക്കണ്ട. കാരണം നമ്മൾക്ക് ചിലപ്പോൾ ഓരോ ജീവിതമാർഗ്ഗമാണ്. നമുക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെടില്ല, പക്ഷേ അവർക്ക് അത് അവർ എന്താ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കും. അങ്ങോട്ടൊക്കെ അതിലാടാ ഈ ഇതിലിങ്ങനെ ഒരു അരുവി ഒഴുകുന്നുണ്ട് ഗൈസ്. ഓ വലിയൊരു മലനിരയാണ്, അടിപൊളി, അതിമനോഹരം, നല്ലൊരു വ്യൂ പോയിൻ്റ് ആട്ടോ അത്. കണ്ടച്ച് അവിടെ പോയി കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ് കാണാൻ വേണ്ടിയിട്ട് അല്ലേ. വാവ്, അതിമനോഹരമായിട്ടുള്ള സ്ഥലം, സൂപ്പർ. എവിടെ? ആ അവിടെ വെള്ളം ചാടുന്ന വെച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെയാണോ? അവിടേക്കാണോ നമ്മൾ പോണേ? പക്ഷെ ഇവിടെ എവിടെ സൗണ്ട് കേൾക്കണ്ടേ അല്ലേ? ഇതിലെ തന്നെയാണ് പോവുക, കാരണം ഇതിലൊക്കെ ഒരുപാട് കച്ചവടങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഷെഡുകൾ കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ഇവിടെ കൃഷിയിടങ്ങളാണ്, അതൊക്കെ കൃഷി കാണാം. കൃഷി എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഒരു പയറാണ് പറഞ്ഞത്, ആ ഒരു പയറാണ് എല്ലായിടത്തും ഇവർ ചെയ്തിട്ടുള്ളത് അല്ലടാ, എല്ലായിടത്തും ഇതന്നെ. അപ്പോൾ അതൊക്കെ ധാരാളം പാനീയങ്ങളൊക്കെ വിൽക്കുന്നുണ്ട് അല്ലടാ. വെള്ളം നല്ല ചൂടാണ് ഇവിടെ. പിന്നെ ഇത് സീസണിലാണ്, അതായത് മഴ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ വെള്ളച്ചാട്ടത്തിൽ വെള്ളം ഉണ്ടാവുള്ളൂ. വേനലിൽ വന്നു കഴിഞ്ഞാൽ ഉണ്ടാവില്ല. ഇപ്പോൾ ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഇപ്പോൾ ഇവിടെ മഴ ഉണ്ട്, നമുക്ക് പോയി നോക്കാം. അയാൾ പറഞ്ഞത് ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്നാണ്. ഉണ്ടാവേണ്ടതാണ്, വെള്ളം ഉണ്ടാവേണ്ടതാണ്. മഴ ഉണ്ടാവേണ്ടതാണ് അല്ലേ. ആയിക്കോട്ടെ, സാരില്ല വയസ്സ്. അപ്പോൾ ഇത് ഇവിടുത്തെ ഗ്രാമത്തിലെ ആളുകൾ നടത്തുന്ന കച്ചവടങ്ങളാണ് ഇതൊക്കെ. ഇനി നമ്മൾക്ക് വന്ന വഴിയിൽ നിന്ന് ഇങ്ങനെ അടിയിലേക്ക് ഇറങ്ങി പോകാനാണ്. ഉണ്ടോ ഇതിലെങ്ങനെ വരിക? ഇത് ഈ കാണുന്നൊക്കെ കടലക്കൃഷി കേട്ടോ. പിന്നെ ഇവിടെ കമ്പം ചുട്ട് കൊടുക്കുന്നുണ്ട്. കമ്പം ചുട്ട് നമുക്ക് വേണ്ടല്ലോ, ഇതിലിങ്ങനെ ഇറങ്ങണം. വഴിക്കണ്ട, ശ്രദ്ധിച്ച വഴിക്കലൊന്നുമില്ല. ഇപ്പോൾ മഴ പെയ്തിട്ടൊന്നുമില്ലല്ലോ, മഴ ഇന്നലെ പെയ്താണ്, ഇപ്പോൾ പെയ്യുന്നൊന്നുമില്ല. ആഹാ, സംഭവം അടിപൊളി, നല്ല പച്ചയായിട്ട് കാണാൻ തന്നെ ഭംഗിയുണ്ടല്ലേ. പക്ഷേങ്കിൽ കാലാവസ്ഥ ചൂടാണ്, ഇപ്പം ചൂടുണ്ട്. പക്ഷേങ്കിൽ കണ്ണിന് കാണുമ്പോൾ നമ്മൾക്ക് ഇങ്ങനെ കാണുമ്പോൾ നല്ലൊരു ക്ലൈമറ്റാണെന്ന് തോന്നും. പച്ചപ്പായി കിടക്കല്ലേ. പിന്നെ പോകുന്ന വഴിക്ക് ഇത്തരം കാഴ്ചകൾ ധാരാളം ഉണ്ട് കേട്ടോ. ഈ ടൂറിസ്റ്റ് പ്ലേസിലേക്ക് വരുമ്പോൾ നമ്മൾ ദാഹത്തിന് വേണ്ടിയിട്ട് വെള്ളമൊക്കെ വാങ്ങിയിട്ട് ആ വെള്ളത്തിൻ്റെ ബോട്ടിലും അതുപോലെ തന്നെ ലൈസിൻ്റെ പാക്കൊക്കെ ഇങ്ങനെ ഒഴിവാക്കിയിടുന്നത് വാരി വലിച്ച് ഈ ഒരു പ്രകൃതിയെ നശിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റിയിട്ടുണ്ട് ഇവർ. സന്ദർശകർക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നിയന്ത്രണമോ ടിക്കറ്റോ ഒന്നുമില്ല. അപ്പം ഞങ്ങളിപ്പോൾ ഒരു 10-15 മിനിറ്റായി നടത്താൻ തുടങ്ങിയിട്ട് ഇപ്പോഴും എവിടേക്കും എത്തിയില്ല, അതിൻ്റെ അടുത്തേക്ക് എത്തിയില്ല. എത്ര മണിക്കൂർ വരും നോക്കാം നമുക്ക് വൺ സൈഡ് അല്ലടാ. എന്തായാലും വലിയ വഴി തന്നെയാണ്, ഒരുപാട് പേര് ഇറങ്ങിപ്പോകുന്ന വഴിയാണ്, ഒരുപാട് പേര് ഉണ്ടാവലുണ്ട് അല്ലേ. ഉണ്ടല്ലേ. ഇത് ഇവിടുത്തെ ഒരു സൈസ് മുൾച്ചെടിയാണ്. ഇത് നമ്മുടെ എന്താ പറയുക, നമ്മളവിടുത്തെ കാട്ടിലൊക്കെ ചെറുതായിട്ടൊക്കെ ഇതിന് വേറെ ഐറ്റം ഉണ്ടാവുന്നുണ്ട് അല്ലേ. ഇതിവിടെ ധാരാളം ഉണ്ട്, കണ്ടോ ഇതിലൊക്കെ ഉണ്ട്. ഇത് നമ്മൾ പോകുന്നത് അവിടെ നിന്ന് മേലിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നൊരു പാത തന്നെയാണിത്. അതുപോലെ ഈ ഒരു ഇടുക്കാൻ പാതയിലൂടെയൊക്കെയാണ് നമ്മൾ പോകേണ്ടത് കേട്ടോ. ശ്രദ്ധിച്ച് പോകണം. എന്താണ് സ്ഥിതിഗതി അറിയില്ല, കല്ലുകളൊക്കെ പൊന്തി നിൽക്കുന്നതൊക്കെയാണ്. അപ്പോൾ വളരെ ശ്രദ്ധയോടെ വേണം പോകാൻ. ഓ റിസ്ക് ഉണ്ടോ, കുറച്ച് ശ്രദ്ധിക്കണം കേട്ടോ. കുറച്ച് ശ്രദ്ധിക്കണം, കാരണം ഇവിടുന്ന് സ്ലിപ്പായി കഴിഞ്ഞാൽ പലയിടങ്ങളിലും തട്ടി വീണ് മറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. എല്ലാം ഇറങ്ങിയാൽ മതി കേട്ടോ, ആവേശം വേണ്ട. ആവേശത്താൽ ഞങ്ങൾ വിളിക്കും. അപ്പോൾ ഇതിലെങ്ങനെ വെള്ളം ചാടുന്ന ചാലാണ്, ഇത് മാത്രം ഇതിൽ ഇറങ്ങാനുള്ളൊരു വഴിയുള്ളൂ. നമ്മൾ കുത്തനെ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടേ ഇരിക്കുവാണ്. ഇനി നമ്മൾക്ക് അവിടെ എവിടെയോ ശബ്ദം കേൾക്കുന്നുണ്ട്, പക്ഷേ എങ്കിൽ കലങ്ങിയ വെള്ളമാണ്. നമുക്ക് മേലെ നോക്കിയിട്ട് തന്നെ കലക്കം കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. കലങ്ങിയ വെള്ളം കാണാനവിടെ കലങ്ങിയില്ല എന്ന് പറയരുത്, ശരിയാണ്. ഇത് നമ്മൾ ഇതിലെങ്ങനെ പോകണമെങ്കിൽ പോവാട്ടോ, എന്നാൽ പെട്ടെന്ന് എത്തും. ഒരു പാളാക്ക് ഉണ്ടെങ്കിലേ പണ്ടുണ്ടല്ലോ നമ്മൾ കുട്ടികളായെന്ന് പാളാക്ക് വെച്ചിട്ട് ഒറ്റ ഇത് തരില്ല, അതിന് പറ്റിയ സ്ഥലമാണ്. ഇനി അത് ഇതിലാണ് പോകണ്ട, അവർ പോകണല്ലേ, അതിലങ്ങനെ പോകണം. കൊടും കാടിനുള്ളിലേക്ക് നമ്മൾ ഇറങ്ങിപ്പോകുന്ന ഒരു ഫീലാട്ടോ ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കണത്. ഇതില്ലേ ബാക്കില് വല്ല ആന പുലിയൊക്കെ വന്നു കഴിഞ്ഞാലേ ഇല്ലല്ല, രണ്ടുപേർക്ക് ഒരുമിച്ച് പോകാനുള്ള വഴിയില്ല, വരിയായിട്ട് നടക്കണം.
അതിനുള്ള വഴിയുള്ളൂ. പിന്നെ എന്താ വെച്ചാൽ നല്ല കുത്തന്നെയാണ്, ഇറക്കം തന്നെ നല്ല കുത്തനായിട്ടാണ് പോകുന്നത്. പിന്നെ ഇങ്ങോട്ടുള്ള വഴി ഇത് തന്നെയാവും അല്ലടാ. പക്ഷേ വേറെ ആരും കയറി വരുന്നത് കാണാനല്ല. 2-3 ചെക്കന്മാർ ഇപ്പോൾ അവിടുന്ന് കണ്ടോ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യണം, അവിടുന്ന് കുറച്ച് ഇപ്പുറന്നായിട്ടല്ലേ, വേറെ കണ്ടില്ലല്ലോ. പിന്നെ ഇത്തരം മുളങ്കാടുകളൊക്കെ ഇതിൽ ധാരാളം ഉണ്ട് കേട്ടോ. ആഹാ, സംഭവം സൂപ്പർ അല്ല, സെറ്റാണ്. അതിലൊക്കെ കിളികളുടെ ശബ്ദമൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. പച്ചയായിട്ട് കിടക്കണുണ്ടെങ്കിൽ ഓ നല്ല അതിമനോഹരമായിട്ടുള്ള റൂട്ടാണ് ഗൈസ്. നടന്ന് പോകുമ്പോൾ ഈ ഒരു ട്രെക്കിങ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു വൈബ് എന്താ പറയുക, ചൂട് തന്നെയാണ്, ചൂട് മാറുന്നത്. പക്ഷേ എങ്കിൽ ഈ ഒരു കാഴ്ച കണ്ടെങ്കിൽ മുളക്കാടുകളൊക്കെ കണ്ട് ചെരിഞ്ഞ് നിന്ന്, അതുപോലെ തന്നെ ഇവിടെ നിന്നൊക്കെ മരച്ചില്ലുകൾ നിന്ന്, അവിടെ നിന്ന് അങ്ങനെ കിളികളുടെ ശബ്ദം, പച്ചപ്പ് തണലായിട്ട്. അതെ, ഏതായാലും വെള്ളത്തിൻ്റെ ശബ്ദം നല്ല രീതിയിൽ കേൾക്കൽ തുടങ്ങിയാണ്. ഇവിടെ അടുത്ത് തന്നെയാണ് ആളവിടെ, ഇവിടെ കുറച്ച് ദൂരം കൂടി ഉള്ളൂ, കേക്ക് ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. എഡിറ്റ് ചെയ്യുമ്പോൾ അറിയുള്ളൂ അല്ലേ. അങ്ങനെയെങ്കിൽ ഞങ്ങൾ മഹദി വാട്ടർഫാൾസിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലെ ഇൻഡോറിൽ നിന്ന് 30 കിലോമീറ്റർ അകലെയാണ്. ഇൻഡോർ ജില്ലയിൽ തന്നെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഓ എൻ്റെ മക്കളെ, സൂപ്പറാട്ടോ, നിസ്സാരമല്ല ഗൈസ്, നിസ്സാരമല്ല, അതിമനോഹരമാണ്. ഇത് എത്ര അടി ഹൈറ്റിൽ നിന്നാണ് ചാടുന്നതെന്നുള്ളതിന് കൃത്യമായ കണക്ക് എനിക്കറിയില്ല. പക്ഷേ എങ്കിൽ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ഒരു 100-150 അടി, ഒരു 200 അടി 300 അടിയൊക്കെ ഉണ്ടാവും കേട്ടോ. 150 ഒന്നല്ല, 200-300 അടി ഹൈറ്റിൽ നിന്ന് ചാടുന്നുണ്ടാവും. ആഹാ, ഓൻ്റെ പൊന്നു മക്കളെ നോക്കിങ്ങൾ, സംഭവം കലക്കാണ് വെള്ളം. താഴത്തേക്ക് ചാടിയിട്ട് വെള്ളം കലക്കം തന്നെയാണ്. അവിടെ നിന്ന് ആ വെള്ളമാണ് നമുക്ക് കാണുന്നത് അല്ലേ. അതിൻ്റെ ഒരു മനോഹരം, എന്താ സൂപ്പർ സ്ഥലമാണ്. അതിഗംഭീരം, നമ്മൾ കാടിൻ്റെ ഒത്ത നടുക്ക് നിൽക്കുന്നത് പോലെയാണ്. ഇവിടെ ഈ ഒരു ചേട്ടൻ്റെ ഒരു കട മാത്രമാണുള്ളത്. വെള്ളമുണ്ട്, ലൈസ് ഉണ്ട്, അത്തരം കാര്യങ്ങൾ മാത്രം. ഇവിടെയൊക്കെ GP അവൈലബിൾ ആണ്. പിന്നെ കണ്ടെങ്കിൽ ഇതിലൊക്കെ ഇങ്ങനെ പാറകളായിട്ട് കിടക്കുന്ന, മണ്ണിടിഞ്ഞ് വീഴാത്ത തരത്തിലുള്ള പാറകളാണ് അതിലെങ്ങനെ നിൽക്കുന്നത്. അവിടെ നിന്ന് വെള്ളം ഇങ്ങനെ ചാടുകയാണ്. ഓ സൂപ്പറായില്ലേ, അതിമനോഹരമായൊരു വാട്ടർഫാൾസ് തന്നെയാണ് ഗൈസ്. ഓ ഒരു രക്ഷയല്ല കുട്ടികളെ. അപ്പോൾ വന്നതിന് നഷ്ടമായില്ല അല്ലേ, സൂപ്പർ സ്ഥലമാണ്. ഇനി നമുക്കത് താഴത്തേക്ക് പോവാം. അതായത് ഇതുവഴി അങ്ങനെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ താഴത്തേക്ക് പോവാം. ശരിക്കും ഇതൊക്കെ നമ്മളവിടെയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഇതിന് ടിക്കറ്റായി. എന്തുകൊണ്ടാണ് അറിയില്ല, അവിടെ ടിക്കറ്റ് കാര്യങ്ങളൊന്നുമില്ല, ഒരു നിയന്ത്രണമല്ല. ഇവിടുത്തെ ഈ ഗ്രാമത്തിലെ ആളുകൾക്ക് ഒരു ഉപജീവന മാർഗ്ഗമായിട്ട് അവർ ചെയ്യുന്ന ചെറു കച്ചവടങ്ങൾ മാത്രമല്ലാതെ വേറെ ഒന്നുമില്ല. അത് വരുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. കാരണം വെള്ളം കുടിക്കുന്നുണ്ട്, ചിപ്സ് വാങ്ങിക്കുന്നുണ്ട്, എല്ലാം വാങ്ങിക്കുന്നുണ്ട്. ആ വരുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടല്ലേ. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് വരുമ്പോൾ ഇവരുടെ രീതിയിലുള്ള സപ്പോർട്ടും കാര്യമൊക്കെ കിട്ടും. പിന്നെ ഇത്തരത്തിലുള്ള വേസ്റ്റുകൾ അത് നീക്കം ചെയ്യുന്നില്ല എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. ഇതുവഴി അങ്ങനെ താഴത്തേക്ക് പോകുന്ന വഴികളൊക്കെ നല്ല മനോഹരമാണ്, നല്ല രസമാണ്, കാണാൻ തന്നെ അതിമനോഹരമാണ്. ഞാൻ കരുതിയത് ഇത് ചിലപ്പോൾ അത്ര വലിയ വാട്ടർഫാൾസ് ആവില്ല, നമ്മൾക്ക് അത് എന്താ പറയുക പോകുന്നതിനുള്ളൊരു മുതലുണ്ടാവില്ല എന്നാണ്. പക്ഷേ എങ്കിൽ ഇത് പ്രതീക്ഷിച്ചതിലപ്പുറത്തേക്കാണ്, നല്ല മനോഹരമാണ്. അപ്പോൾ അതിലാണ് ഈ അരുവി ഒഴുകുന്നത്, ചെളിവെള്ളമാണ്. ഇപ്പോൾ മഴ പെയ്യുന്നതല്ലേ ഉള്ളൂ. പണ്ടുകൾ എത്രമാനം ഹൈറ്റിലാണ് ഈ ഒരു പർവ്വതം നിൽക്കുന്നത് അറിയോ. ഇങ്ങനെ നല്ല ചെങ്കുത്തായിട്ട് നിൽക്കുന്ന ഒരു പർവ്വതമാണ്. 2 ഭാഗത്ത് ഇതുവഴി ഇങ്ങനെ ഇറങ്ങിയിട്ട് വേണം നമുക്ക് അങ്ങനെ പോകണം. മഹദി വാട്ടർഫാൾസിൻ്റെ അടിഭാഗത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇതിലൊക്കെ വെള്ളം നല്ല രീതിയിൽ ഒഴുകുന്നുണ്ട്. പക്ഷേ എങ്കിൽ കിഴക്കൻ വെള്ളമാണ്. പക്ഷേ ചാടുന്ന വെള്ളത്തിന് അത് നമുക്ക് അറിയാൻ വേണ്ടി പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നല്ല രസമാണ് വെള്ളം കാണാൻ വേണ്ടിയിട്ട്, ചാടുന്ന വെള്ളം കാണാൻ വേണ്ടി. ചാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ഫുള്ളായിട്ട് കലക്കമാണ് കാണുന്നത്. ഇതിലൊക്കെ ചെളിയുണ്ട്, ശ്രദ്ധിച്ച് വേണം നടക്കാം. വഴിക്ക് പോയി കഴിഞ്ഞാൽ നമ്മളുടെ കമ്പനി പെയിൻറ്റ് നഷ്ടപ്പെടും. അവിടെ കമ്പനി പെയിൻറ്റ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചെറിയൊരു നീറ്റലും പുളിയലൊക്കെ ഉണ്ടാവും. അപ്പോൾ ശ്രദ്ധിക്കണമല്ലോ. നോക്കി വാ. ഒന്ന് നോക്കി നിങ്ങൾ ഈ സ്ഥലത്തെക്കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അതിലൊക്കെ കാണുമ്പോൾ കുറേ ഒരു പക്കുകളുണ്ട്, അതിലൊക്കെ തേനീച്ച കൂടുകളാണ്, തേനുകളാണ് അതിലൊക്കെ നിൽക്കുന്നത്. നമ്മൾ ഫസ്റ്റ് നോക്കിയിരുന്നതാ ഇതിൻ്റെ മേലെ നിന്നിട്ടായിരുന്നു. അവിടെ നല്ല വ്യൂ ആയിരുന്നല്ലടാ. ഓഹോ, പിന്നെ ഇവിടെ കുളിക്കുന്നുണ്ട്, ഇവർ മീൻ പിടിക്കുന്നുണ്ട് തോന്നുന്നില്ലേ. മീൻ പിടിക്കല്ലേ ഇവരിവിടെ കാണാൻ വേണ്ടി വന്ന പയ്യന്മാരനെയാണ്. ഇവർ വെറുതെ ഇരിക്കുവാണ്. ഇവിടെ ചെറിയൊരു തണുപ്പ് ഞങ്ങൾക്ക് ഫീൽ ആവുന്നുണ്ട്, ചെറിയൊരു തണുപ്പ് നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ. അത് വെള്ളത്തിൻ്റെ ചീറ്റിലാണ്. വെള്ളം കണ്ട ഇവിടെ നിന്നൊക്കെ ഒഴുകി വരുന്നത്. അതെ. സൂപ്പറാണ്. അവിടെ നല്ല ചീറ്റിൽ കാര്യങ്ങളൊക്കെ ആയിട്ട് വെള്ളം ഇങ്ങനെ ചാടല്ലേ. 2-3 ലൈനായിട്ട് ചാടണം. 1 2 3 ലൈനായിട്ട് ചാടണം. ഒന്നുകൂടി മഴ പെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ സിംഗിൾ ലൈനായിട്ട് മാറും, ഒറ്റ ലൈനേ ഉണ്ടാവുള്ളൂ. വലുതായിട്ട് ഇങ്ങനെ ആടും. വെള്ളത്തിൻ്റെ കലക്കം കണ്ട, നല്ല കലക്കമാണ്. ഉള്ളു പാറക്കെട്ടുകളാണല്ലോടാ. അതിൻ്റെ മേലിനൊക്കെ ആൾക്കാർ പൊളിച്ചാടി കഴിഞ്ഞില്ലേ. ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇപ്പം ഈ കഷ്ണക്കാരൻ ചാടിയതാവാം, ഈ വലുതാ അതൊക്കെ ചാടിയതാവാം. അങ്ങനെ ചാടി കിടക്കുന്നതാണ് അതൊക്കെ അല്ലേ.
ഏതായാലും അത്ര പിന്നെ നമുക്ക് അവിടേക്കൊന്നും പോകാൻ വേണ്ടി പാടില്ല. പക്ഷേങ്കിൽ അവിടെ ചെക്കന്മാരൊക്കെ കുളിക്കുന്നുണ്ട്, അത് ഇവിടുത്തെ ചെക്കന്മാരാവാം. നമ്മൾക്കിത് വിശ്വസിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. കാരണം എന്താ വെച്ചാൽ വാട്ടർഫാൾസാണ്, മഴക്കാലമാണ്. ഇപ്പോൾ അടുത്ത് ഇതേപോലെ ഒരു വാട്ടർഫാൾസ് കാണാൻ വേണ്ടി ഒരു കുടുംബം പോയിട്ട് വെള്ളം വന്ന് ലാസ്റ്റ് അവർക്ക് വലിയ തീരാ നഷ്ടങ്ങളാണ് സംഭവിച്ചത്. എന്താ പറയുക, അപ്പോൾ അത്തരം അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമുക്ക് ഒരിക്കലും പരിചയമില്ലാത്ത സ്ഥലങ്ങളാണ്. നമ്മളൊരു ആവേശത്തിൻ്റെ പുറത്ത് ഇക്കരെ നിന്ന് അക്കരയിലേക്ക് ചാടാനൊക്കെ സുഖമാണ്. നമ്മൾക്ക് സുഖമായിട്ട് നമുക്ക് അതിലങ്ങനെ ചാടിപ്പടഞ്ഞ് പോകാനൊക്കെ വേണ്ടി പറ്റും. പക്ഷേ നമ്മൾ പോകുന്നില്ല. നമ്മളിവിടെ നിന്ന് ഈ ഒരു വാട്ടർഫാൾസിനെ ആസ്വദിച്ച് ഞങ്ങളിനി മേലേക്ക് കയറും. ആ അതാണ്, എപ്പോഴാണ് വെള്ളം കൂടാന്ന് പറയാൻ പറ്റില്ല, അറിയാൻ വേണ്ടി പറ്റില്ല. ഒന്നായിട്ട് വെള്ളം വരും. എന്നാൽ പിന്നെ ഞങ്ങൾ ഇവിടുന്ന് കയറുവാണ് അല്ലടാ, ഞങ്ങൾ ഇവിടുന്ന് കയറി നോക്കട്ടെ. ഇനി വന്ന വഴി അത്രയും ദൂരം അങ്ങോട്ട് നടന്ന് പോകാണ്ട്. എന്തായാലും സൂപ്പർ സ്ഥലമാണ്. ഇതുവഴി വരുന്നവർക്കൊക്കെ എന്തായാലും ഒന്ന് വന്ന് കാണാൻ പറ്റിയ അതിമനോഹരമായ സ്ഥലമാണ്. മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട് അല്ലേ? ആ മഴ ചാറുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കയറി നോക്കട്ടെ. കാരണം എന്താ വെച്ചാൽ നമുക്ക് വണ്ടിക്ക് എത്തണം, കുടയൊന്നും ഇല്ല. അപ്പോൾ ഫുള്ള് നനഞ്ഞ് കഴിഞ്ഞാൽ ഡ്രസ്സ് കൊണയെ കിട്ടാൻ ഫുൾ പണിയായിരിക്കും. ആ അതിന് പോയാലോ? അവിടെ നിന്ന് കിട്ടി കയറി പോന്നപ്പോഴേക്ക് ഒറ്റ പുറത്തം വിട്ടു. ഒരു കുപ്പി വെള്ളമൊക്കെ വാങ്ങേണ്ടി വന്നു, അല്ലാതെ കയ്യില. അത് ഭയങ്കര ടാസ്ക്കാണ്. കുറച്ച് ഇതേ ഉള്ളൂ. മൊത്തത്തിൽ നമുക്കൊരു അരമണിക്കൂറുണ്ടെങ്കിൽ പരിപാടി തീരും. അരമണിക്കൂർ അവിടെ കണ്ടുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ അരമണിക്കൂറിലാറ് പോകും. ഇവിടെ നിന്ന് അങ്ങോട്ട് 15 മിനിറ്റ്, അവിടെ ഇങ്ങോട്ട് 15 മിനിറ്റ് അല്ലേ? ഓ വണ്ടി ചെറിയൊരു ചാറ്റൽ പെയ്തു. ആ ചെറിയൊരു മഴയും പെയ്തു. ആ അപ്പോൾ ആകെ വിയർത്ത് വെച്ചു. ഇനി വണ്ടി കത്തട്ടെ, എന്നിട്ട് നമുക്ക് നേരെ വിടാം. ഓ ഈ വീടുണ്ടോ? ഇങ്ങനെയാണ് ഇവിടുത്തെ ആളുകൾ അധികം വീടുകൾ ഉണ്ടാക്കുന്നുണ്ട്. കണ്ടോ, ഇങ്ങനത്തെ ഇത് മുളയാണ്. മുള ഇങ്ങനെ കാര് കൊടുത്തിട്ട് ഇത് മുള കെട്ടിയതാണ്. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് പിന്നെ ചാണകം തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ ചാണകവും അതുപോലെ തന്നെ അതിലേക്കൊരു ഈ മുളൻ്റെ തന്നെ കൊത്തിച്ചീന്തി മുറിച്ച കഷ്ണങ്ങളൊക്കെ ചേർത്ത്. ആ അതെ, പിന്നെ മേലെ ഷീറ്റാണ്. ഇത്തരത്തിലുള്ള രസമാണ് ഈ വീട് കാണാനൊക്കെ അല്ലേ? പിന്നെ ഒരു ജനാല് കൊടുത്തിട്ടുണ്ട് അവിടെ ജനാലുണ്ടാക്കിയാണ് അല്ലടാ. നല്ല സൂപ്പറായിട്ടുള്ളൊരു വീടാട്ടോ. ഹായ്, ഇതുപോലത്തെ ഒരു വീട് നമ്മളൊരു പാടവക്കിനൊക്കെ ആണെങ്കിൽ നല്ല രസമൊക്കെ കാണാം അല്ലേ? ഏതായാലും നമ്മൾ വണ്ടിയിൽ എത്തിയിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, വണ്ടിയിൽ ഫുള്ള് സാധനമുണ്ട് കേട്ടോ. ഫുള്ള് സെറ്റാണ്, എല്ലാം ഓക്കെ അല്ല മോനെ. അതായത് ചുട്ടിപൂട്ടി കയറ്റി. ഇപ്പോൾ സമയം എത്രയായി കേസ്? 1:40 പക്ഷേ 1:45. ഭക്ഷണം ഉണ്ടാക്കിയില്ല. ഭക്ഷണം ഉണ്ടാക്കണം എവിടേക്കും പോയില്ലല്ലോ. ആ 30 കിലോമീറ്റർ ഇങ്ങോട്ടല്ലേ പോന്നിട്ടുള്ളൂ അല്ലേ? വാട്ടർഫാൾസ് അതിലങ്ങനെ പോയി, അതിലങ്ങനെ വന്ന് നമ്മളിങ്ങനെ കയറ്റിയിട്ട് ഒരു പറമ്പിൽ ഇങ്ങനെ നല്ലൊരു വേപ്പിൻ്റെ ചോട്ടിൽ നിർത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ കുക്കിംഗ് ആരംഭിക്കുവാണ്. നമ്മുടെ മുട്ടയാണത്, മുട്ട പക്ഷെ പൊട്ടി ഗൈസ്. മുട്ട പൊട്ടി. ഇപ്പോൾ 2, 4, 6, 8, 10, 12, 14, 16, 18 മുട്ടയേ ഉള്ളൂ. 2 പൊട്ടിപ്പോയി. അതെന്താ വെച്ചാൽ നമ്മുടെ ഓട്ടച്ചല്ലേ കുല്ലിങ്ങല്ലേ. പിന്നെ നമ്മൾ 20 മുട്ട വാങ്ങാൻ കാരണം എന്താ വെച്ചാൽ സംഭവം അറിയാതെ ഇത്രയും കയ്യിൽ പിടിച്ചാൽ പൊട്ടുന്നുള്ളത്. വേറെ എവിടെ നിന്ന് കിട്ടണില്ലത്. ആ കണ്ടോടത്തുനിന്ന് കുറച്ചധികം വാങ്ങിയെന്ന് തന്നെ ഉള്ളൂ. വേറെ എവിടെ നിന്ന് ചിക്കൻ കടയാണ്, അവിടുന്ന് ചിക്കൻ പിടിച്ചു പോയി. ആ ഇതും തന്നെ ചിക്കൻ കടയിൽ നിന്ന് കിട്ടിയ. പക്ഷേ എങ്കിൽ അവിടെ ഉണ്ട്, എല്ലാ ചിക്കൻ കടയിലും ഇല്ല മുട്ട, ചിലയിലുള്ളൂ. എന്നാൽ പിന്നെ ഞങ്ങൾ മുട്ട ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കട്ടെ അല്ലേ? അതോ ഉള്ളിയും തക്കാളിയും വാട്ടിയിട്ട് ആംപ്ലേറ്റ് ആക്കണോ? 2 മുട്ട പൊയ്ക്കും ചെയ്യാം വൈകുന്നേരത്തിൻ്റെ രാത്രിയേക്ക്. അങ്ങനെ കേട്ടാ അതാവും നന്നാവുക കേട്ടോ. ഹായ്, ഇനി അടയിരുന്നാൽ മതി. ഇനി ഇങ്ങനെ അരിയിലാക്കി വെച്ചിട്ടുള്ളത്. നമ്മൾ കുറച്ച് അരി എടുത്തിട്ട് അതിലാക്കി വെച്ചിട്ടുണ്ട്. ഈ രണ്ട് ഉള്ളി എടുത്ത് 2 തക്കാളിയോ? 2 തക്കാളി 2 ഉള്ളി കൊടുത്തടാ. റോസ്റ്റൊക്കെ അത്യാവശ്യം ഉണ്ടായിക്കോട്ടെ. ഉള്ളിയും തക്കാളിയും റോസ്റ്റ് അടിക്കാൻ മോശമായിട്ട്. ഓക്കെ, അപ്പം ചുട്ടാലോ? അപ്പം ചുടുക. മുട്ടപ്പം അല്ലേ? അപ്പല്ല കഴിച്ച് ഞങ്ങൾ ആംപ്ലേറ്റ് അടിക്കുള്ളവരുണ്ട്. ആംപ്ലേറ്റ്. അപ്പോൾ നമ്മുടെ ചട്ടി ഒന്ന് ചൂടാകട്ടെ. ചട്ടി ചൂടായാലേ ശരിക്കും വർക്കാവുള്ള ആള് അല്ലേ? വർക്കാവും. കത്തി എടുത്താണെങ്കിൽ മറിച്ചിടുവാണെങ്കിൽ കത്തിയായില്ല. ഇതുകൊണ്ട് ഞാൻ അപ്പം മറിച്ചിടുമ്പോഴൊക്കെ ആളുകൾ പറയാറുണ്ട് ഒരു ചട്ടകം വാങ്ങിക്കൂടെ, എന്തിന് എത്ര അരക്കത്തരം കാട്ടുന്നത്, ഒരു ചട്ടകം ഉണ്ടെങ്കിൽ സുഖമല്ലേ. കാശ് ഇത് കത്തിയാണ്. ഇതുകൊണ്ട് നമുക്ക് 10 ഉപയോഗം നടക്കുവാണെങ്കിൽ ഈ ഒരു സാധനം കൊണ്ടുവന്നാൽ പോരെ? മതിയല്ലേ? നമുക്കെന്താ കാര്യം നടക്കണം, അല്ലാതെ ചട്ടകം തന്നെ വേണം പറഞ്ഞ വാസി പിടിക്കാന്നും പാട്. അങ്ങനെയാണ് ഉള്ളി അരിയുമ്പോ ആ പല ഇത് കൂടുന്നുണ്ട്, ട്രേ കൂടുന്നൂടെ? കട്ടിങ് അങ്ങനെ നോക്കുകയാണെങ്കിൽ അതിനായിട്ട് നിൽക്കേണ്ടി വരും. നമ്മളുള്ളതിന്മേല് ഞാൻ പറഞ്ഞ ഒരു സാധനം കൊണ്ട് നമുക്ക് 5-6 പരിപാടി നടക്കുന്നതാണെങ്കിൽ
ഇത് വീട്ടിലേക്കാണെങ്കിൽ ഓക്കെ സെറ്റ്. എന്നാ പിന്നെ ഓരോ സാധനങ്ങൾ എടുക്കാം. നമ്മുടെ വണ്ടിയിൽ കൊള്ളും വേണ്ടതൊക്കെ പാടെ. ചട്ടയത്തിന് വലിയ വില ഇല്ലാന്ന് ഞങ്ങൾക്ക് പറയാം. പിന്നെ ഞങ്ങൾ ഡെയിലി അപ്പം ചൂടല്ലോ, ഡെയിലി ആംപ്ലേറ്റ് അടി ഒന്നും ഇല്ലല്ലോ. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉള്ള ചെയ്യണം. അന്ന് ഈ ഒരു കത്തി തന്നെ മതി. കത്തിയാണ് അതിന്റെ ഒരു സുഖം. അപ്പം എടുത്തിട്ട് ചൂട് വരൂല, എല്ലാം കൊണ്ട് ഓക്കെയാണ്. നമ്മളെ ചട്ടി ഇങ്ങനെ ചൂടായി വരുന്നുണ്ട് അല്ലേ. ഇതൊരു എന്താ എത്ര ആംപ്ലേറ്റാടാ? എത്ര മുട്ട? 4 മുട്ട. 4 മുട്ടയാണത്. ഇത് നമ്മൾ സാധാരണ ഞങ്ങൾ നല്ല രീതിക്ക് വെള്ളം കുടിക്കാനും വെള്ളം എടുക്കാനും മാത്രം ഉപയോഗിക്കുന്ന ഒരു പാട്ടയാണ്, കോപ്പയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ മുട്ട കളിക്കുന്ന ഏത് പ്രശ്നമല്ല. ഇല്ല, ചൂടായിക്കണോ? ഓക്കെ, അപ്പോൾ ഒരു ആംപ്ലേറ്റ് ഇതിലുണ്ട്. ഒരു ആംപ്ലേറ്റിനുള്ള സാധനം അതിലുണ്ട്. ഇനി ഇങ്ങനെ നൈസായിട്ട് നമ്മൾ എത്ര ദിവസമായി ഉണ്ട് അവിടെ ആംപ്ലേറ്റ് എന്നിട്ട്? നമ്മൾ കുറേ ഉണ്ട്. ഇപ്പോൾ അടി കരിയാൻ സാധ്യത ഉണ്ട്. കാരണം എന്താ വെച്ചാല് ചട്ടി ചെറുതാണ്, അപ്പൊ അതുകൊണ്ട് അടി കരിയാനൊക്കെ ധാരാളം ചാൻസ് കൂടുതലാണ്. സംഭവം അടി കരിഞ്ഞു കുറച്ച്. എന്നാലും കുഴപ്പമൊന്നുമില്ല, അത് മതി. മുട്ട നിറങ്കായിട്ട് വെച്ചാ മായ ചെറുതായിട്ടേ തുള്ളിയുണ്ട്. വേഗം നോക്കണം, ഇല്ലെങ്കിൽ ആകെ പണി പോകണം. ഇനി ഉള്ളിയും തക്കാളിയുള്ള ഒരു റോസ്റ്റാണ് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്. റോസ്റ്റ് ഉണ്ടാക്കാനുള്ള കാരണം ഇപ്പം നമുക്ക് ആംപ്ലേറ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് രാത്രിയൊക്കെ നമുക്ക് 2 മുട്ട അരിഞ്ഞിട്ടാൽ അത് പുഴുങ്ങി കഴിഞ്ഞാൽ നമ്മൾക്ക് നൈറ്റ് ഞങ്ങളുടെ നാട്ടിൽ പീങ്ങെന്ന് പറയാം. പീങ്ങി പുള, പീങ്ങി മുട്ട. പക്ഷെ ഞങ്ങൾ അങ്ങനെ പറയുന്നില്ല, ഞങ്ങൾ പുഴുങ്ങിയാന്ന് അറിയാം. പീങ്ങ അല്ലേ? ഓക്കെ, ഓരോ നാട്ടിലും ഓരോ വ്യത്യസ്തമായ പേരുകളായിരിക്കും, സംസാര രീതികൾ അങ്ങനെയൊക്കെ ആണല്ലോ. ഇനി വെളിച്ചെണ്ണ നോക്കി ചൂടായിക്കണ്. ഓക്കെ, ഉള്ളിയും തക്കാളിയും വെട്ടി വെച്ചത്. ഓക്കെ, ഇത് അത്യാവശ്യം നല്ലോണം ഉണ്ട്. വലിയ ഉള്ളിയാണ്. വെല്ലുള്ളി ആണേനും വെല്ലുള്ളിയാണ് അതുകൊണ്ട്. ഓക്കെ, അവൻ ടെസ്റ്റ് അടിച്ച് രണ്ടേ മുക്കാൽ സമയമായി. അടുത്ത പ്രതിസന്ധി മഴ പെയ്യുന്നുണ്ട് ചെറുതായിട്ട്. ഇങ്ങനെ ഇതിൻ്റെ ഡ്രസ്സൊക്കെ ഉണക്കിയിട്ടേക്കുവാണ്. ഇത് ഏകദേശം വാടി തുടങ്ങി. ഇനി നമുക്ക് കുറച്ച് ഉപ്പ്, മല്ലി, മുളക് സംഭവം. മുളകൊക്കെ ഇതേ ഉള്ളൂ. തട്ടണോ? മുളക് ഇനിയും വേണം കഴിച്ചു. അപ്പോൾ റോസ്റ്റ് ആയിട്ടോ. ഉള്ളിയും തക്കാളിയുള്ള ഈ റോസ്റ്റിക്ക് നല്ല മുട്ട ആംപ്ലേറ്റ് ഉണ്ട്. അതും കൂട്ടിയിട്ട് അടിച്ചാൽ അടിപൊളി കറി സെറ്റ്. ഹായ്, ചോറും കറിയൊക്കെ ആയി. നമ്മുടെ ഉള്ളി റോസ്റ്റ് ഇവിടെ വിളമ്പിയിട്ടുണ്ട്. ഈ മുട്ട ഉണ്ട്. മുട്ട 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 ലാ. ഇതാണോ വലിയ മുട്ട? ഇതാണോ വലിയ മുട്ട? എങ്ങനെ നീ അടിക്കുന്ന പറഞ്ഞു. ഈ ഒരു മുട്ട എന്നൊക്കെ പറഞ്ഞാൽ ഒരു ആംപ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഈ പ്ലേറ്റിന് തുല്യമാണ്. അങ്ങനെ ഒരു 10-15 ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങൾ ആംപ്ലേറ്റ് തിന്നുകയാണ്. അത്ഭുതം. കാരണം ഞങ്ങൾ കഴിഞ്ഞ യാത്രയിലേക്ക് എല്ലാവരും പറയും ഡെയിലി മുട്ട തിന്നണ്ട, പൈൽസ് ഉണ്ടാവും അല്ലേ, അത് കൊണ്ട് മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഈ യാത്രയിൽ പിന്നെ കമന്റ് വന്നിരുന്നു ചിലത്, 2 മുട്ടയൊക്കെ തിന്നണ ചങ്ങന്മാര് കിട്ടണ്ടേ മക്കളെ, കിട്ടാത്തോണ്ടാണ്. എന്താ ഭക്ഷണം കഴിച്ചിറങ്ങിയില്ലേ, ഇനി നമ്മളങ്ങനെ പോയി ഈ റോഡ് കൂടെ പോവാൻ കഴിച്ചാൽ എന്താ ഒരു ഭംഗി അറിയാം. അല്ലടാ, രണ്ട് സൈഡ് നല്ല പച്ചപ്പായിട്ട് നല്ല റബ്ബറൈസറാണ്. അത്യാവശ്യം തിരക്കില്ലാത്ത നല്ല സ്പീഡിൽ നമുക്ക് പോകാൻ വേണ്ടി പറ്റും. ഞങ്ങളുടെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 35 കിലോമീറ്റർ കാറൊക്കെ പോകണ്ടോ, അങ്ങനെയൊക്കെ പോകണം. മാതിരി നല്ല പോക്ക് പോകാൻ വേണ്ടി പറ്റും. ഞങ്ങൾ ഈ റോഡ് ഇങ്ങനെ അങ്ങോട്ട് പോയിരുന്നു. ഇപ്പോൾ റിട്ടേൺ പോയത് ഒന്നും മറന്നിട്ടൊന്നുമല്ല. ഇവിടെ റൈറ്റ് കിരിയാണ്. ഇവിടെ ഒരു വാട്ടർഫാൾസ് ഉണ്ട് അല്ലേ, ഇവിടെ ഒരു വാട്ടർഫാൾസ് ഉണ്ട്. എന്താ അതിൻ്റെ പേര്? പിഞ്ച വാട്ടർഫാൾസ്. പിഞ്ച വാട്ടർഫാൾസിലേക്കാണ് പോകുന്നത്. ഇത് ചെക്ക് പോസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ,
ജയപ്രീ ആ അതെ വാട്ടർഫോൾസ്. ഇവിടുന്ന് ടിക്കറ്റ് ഉണ്ട്. ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താ വണ്ടിക്കാണ്, വണ്ടിക്കുള്ള ടിക്കറ്റ്. അതായത് 100 റുപ്യ. കാറിൻ്റെ ടിക്കറ്റാണ് നമുക്കും. ഓട്ടോറിക്ഷയ്ക്ക് കൂടെ പ്രത്യേകിച്ചില്ല. ബൈക്കിന് കുറവുണ്ട്. അപ്പോൾ കാറിനുള്ള ടിക്കറ്റ് എടുത്ത് കയറുവാണ് ചെയ്തിട്ടുള്ളത്. 100 റുപ്യക്കുള്ള മുതലുണ്ടോ അറിയില്ല കേട്ടോ. നമ്മൾ പോരണ ബൈക്ക് കണ്ടപ്പോൾ കയറാന്നേ ഉള്ളൂ. അല്ലടാ മറ്റോട്ട് ടിക്കറ്റിന് കാര്യം നിയന്ത്രണമൊന്നുമില്ല. നിയന്ത്രണമല്ല സംഭവം. അത് പറഞ്ഞ വില്ലേജ് ആ അതുകൊണ്ടാവാം അല്ലേ. അവിടെ ഒരുപാട് കച്ചവടം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. സംഭവം ഇത് അടിപൊളി തന്നെ കേട്ടോ. എവിടെ നിർത്തും? അയ്യോ മടി ഇനി പോയി കണ്ടോക്ക എന്താ മട്ടറിയാലോ. നമ്മുടെ വണ്ടി ഇവിടെ ഇങ്ങനെ കെട്ടിമൂടി വെച്ചിട്ടുണ്ട്. ഇത് വലിയൊരു ഏരിയ ആണ്. നല്ലൊരു ഏരിയയിൽ നല്ല രീതിയിൽ കച്ചവടം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഐസ്ക്രീമൊക്കെ ഇവിടെ എവിടെയാണ് വാട്ടർഫാൾസ് അറിയില്ല കേട്ടോ. ഇനി വാട്ടർഫാൾസ് തിരഞ്ഞ് നടക്കേണ്ട അവസ്ഥയാണ് അല്ലേ. എനിക്ക് തോന്നുന്നു അവിടെയാണോ ഡൗട്ടുണ്ട്. ഗൈസ് കുരങ്ങന്മാരുണ്ട്, കുരങ്ങന്മാർ. സംഭവം ഇത് അടിപൊളി സ്ഥലം കേട്ടോ ഗൈസ്. നല്ല തണുത്ത കാറ്റൊക്കെ അടിക്കുന്നുണ്ട്. പക്ഷികളൊക്കെ മേലെ കൂടെ പാറി കളിക്കുന്നുണ്ട്. പച്ചപ്പുണ്ട്, ഒരു കോടയുണ്ട്. പക്ഷെ വെള്ളം കുറവാണ്. വാട്ടർഫാൾസ് എന്ന് പറയുന്നത് അവിടെയാണ്. നമുക്ക് അവിടേക്ക് പോയേക്കല്ലേ. എന്നിട്ട് വേണ്ട എറിക്കണം നമുക്ക് ഇവിടുന്ന്. ആ അല്ല ഗൈസ് സംഭവം ഉണ്ട് കേട്ടോ. ഇത് മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാൾ ഉഷാറായിട്ടുണ്ടാവും. ആടാ നല്ല ഭംഗി. അപ്പോൾ അതിലൊക്കെ ഇഷ്ടംപോലെ ഇങ്ങനെ പരന്ന് ഇതിലൊക്കെ ഇങ്ങനെ ഫുള്ളായിട്ട് ഒരു 4-5 വരികളായിട്ട് അല്ലേ നല്ല ഉഷാറായിട്ട് ചാടും. അപ്പം അതിലൊന്നും വീടുകളോ ഒന്നുമില്ല. ഒരു ഫോറസ്റ്റ് ആണെന്ന് തോന്നുന്നു അത് കാണുന്നത് അല്ലേ. അത് വേറൊരു എന്താ പറയുക വേറൊരു ഭാഗമാണ്. ഇവിടുന്ന് ഇങ്ങനെ അതുമൊക്കെ അങ്ങനെ അതിൽ പോവുന്നു. നമുക്ക് അറ്റത്തേക്ക് അവിടെ കുറേ ആളുകൾ നിൽക്കുന്നുണ്ട്. അവിടേക്കൊന്ന് പോയി നോക്കട്ടെ നമുക്ക്. ഇവിടെ തന്നെ നിന്ന് കാണാൻ നല്ല ഭംഗിയാണ്. നല്ല രസമാണ് വാട്ടർഫാൾസ്. പക്ഷെ നല്ല കലങ്ങിയ വെള്ളമാണ് വരുന്നത്. തെളിഞ്ഞ വെള്ളം വരണമായിരുന്നു അല്ലേ. നല്ല രസമായിരിക്കും. ഞങ്ങളിത് കാണുന്നത് ഇങ്ങനെ ഒന്നാണ് കേട്ടോ. ഇവിടെ ഈ ബാരിക്കേഡ് വെച്ചിട്ട് പിന്നെ തന്നെ കാണില്ല. ഇവിടെ ബാരിക്കേഡ് വെച്ചിട്ട് നമുക്ക് ശരിക്ക് അതിലെ കൂന്നിട്ടൊക്കെ നോക്കാൻ പറ്റുള്ളൂ. അത് അപകടമാണ്. അല്ലെങ്കിൽ അപകടമാണ്. ഒരാട് പോകും. നമ്മൾ മറ്റേ റൂട്ട് തന്നെ തിരിച്ചു പോയിക്കണമെങ്കിൽ ഇത് കാണൂലായിരുന്നു കേട്ടോ. കാരണം ഇത് മിസ് ചെയ്യാൻ പറ്റാത്ത സംഭവം തന്നെയാണ്. ഏടാ ഇത് ഭയങ്കര കേട്ടോ. ഇത് ശരിക്കുണ്ടൊക്കെ നല്ല വെള്ളം വേണം. അപ്പൊ ഇതിലിങ്ങനെ നിറഞ്ഞു കിടക്കും വെള്ളം. തെളിഞ്ഞ വെള്ളമായിരിക്കും ചാടുന്നത്. താഴത്തുള്ള കലക്കൊക്കെ മാറും. അതേപോലെ ആയിരിക്കും. ഓ എന്നാ സൂപ്പർ സ്ഥലമാണ് ഗൈസ്. നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്. നല്ല സുഖം കേട്ടോ ഇവിടെ നിൽക്കാനേ. വെറുതെ അല്ല. ഇവിടെ 50 റുപ്യ 100 റുപ്യ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ കുറെ നേരം നിൽക്കും നമ്മള്. നിന്ന് പോകും. അപ്പൊ അവരുടെ അടുത്ത് പോയിട്ട് വലിയ കാര്യം ഉണ്ടാക്കി തോന്നുന്നില്ല. പക്ഷെങ്കിൽ ആ നദി ഇങ്ങനെ വരുന്ന കാണാം അല്ലേ. ഗൈസ് നമ്മളപ്പോൾ അതിനെ മേലെ എത്തിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഒരുപാട് കപ്പിൾസുകളൊക്കെ വന്നിരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ നദിയിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഇറങ്ങാൻ പറ്റുന്ന ഒരു സ്പോട്ടാണത്. ഇതിൽ വേണമെങ്കിൽ ഇറങ്ങാമായിരുന്നു. ഇവിടെയാണ് വെള്ളം ചാടുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് അല്ലേ. അവിടെ അങ്ങനെ ചാടുക. പക്ഷെ ഇങ്ങോട്ട് നോക്കി നിങ്ങൾ അതിൻ്റെ ആ പോകുന്ന റൂട്ട് കണ്ടെങ്കിൽ കുറച്ചുകൂടി കൊടുക്കുന്ന ശരിക്കും കാണൂല്ലേ. ആണ്ടങ്ങൾ ആ പോകുന്ന റൂട്ട് അതിമനോഹരമാണല്ലേ. ഇത് നമ്മൾ നേരത്തെ കണ്ടിരുന്ന വാട്ടർഫാൾസിൻ്റെ ആ നദിയല്ല കേട്ടത്. ഇത് ആ അരുവിയല്ല, ഇത് വേറെ അരുവിയാണ്. അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും ഞാൻ ഗൂഗിളിൽ വരെ നോക്കി, ഒന്നും കാണാൻ വേണ്ടി പറ്റുന്നില്ല. അതുകൊണ്ടാണ് പിന്നെ ഇപ്പോൾ ചോദിക്കാന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഭാഷയുടെ പ്രശ്നമുണ്ട്. പിന്നെ ഇതിലേക്ക് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളൊരു കാര്യം ഞാൻ കണ്ടു. അതായത് ഇതിൽ അപകടങ്ങൾ ഉണ്ടായിട്ടാണ്, അതായത് ഒത്തിരി അപകടങ്ങൾ സംഭവിച്ചിരിക്കണം. അതിനുശേഷമാണ് ഈ ബാരിക്കേഡുകൾ വെച്ചത്. അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ അവരിവിടെ എന്താ പറയുക പോലീസുകാരുണ്ട്, ഗാർഡ്സ് ഉണ്ട്. അപ്പോൾ അവർ ഇവിടെയൊക്കെ നമ്മൾ നിൽക്കുന്നതിന് കുഴപ്പമില്ല. അതിലങ്ങനെ വെള്ളത്തേക്ക് ഇറങ്ങിപ്പോയി കഴിഞ്ഞാലും നമ്മളെ നിയന്ത്രിക്കാൻ ആളുകളുണ്ട്. ഇറങ്ങാൻ വേണ്ടി പറ്റില്ല, നിയന്ത്രണമാണ്. അതായത് ഇതിൽ വീണിട്ട് അവിടെ നിന്ന് വീണിട്ടും മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇതിലെ പോയി കുളിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ട് ഈ വാട്ടർഫാൾസിൽ അവിടെ നിന്ന് അങ്ങനെ വീണ് വാട്ടർഫാൾസിൽ നിന്ന് വീണ് മുങ്ങി മരിച്ചിട്ടുള്ള അങ്ങനെ വിദ്യാർത്ഥികൾ വന്ന ടൈമിൽ അങ്ങനെയും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഇവിടെ ഒരു ബാരിക്കേഡൊക്കെ വെച്ച് നല്ല സെറ്റപ്പ് ആക്കിയിട്ടുള്ളത്. മൊത്തത്തിലൊരു മൊട്ടംപറമ്പാണ്, കുഴപ്പമൊന്നുമില്ല അല്ലേ. മൊട്ടംപറമ്പ് തന്നെ. അങ്ങനെ ഞങ്ങളിനി വണ്ടി പോയിട്ട് നമ്മൾ നേരെ ഇനി നമുക്ക് ഹൈവേ പിടിക്കാം. മറ്റൊരു സ്ഥലം അല്ലേ. അപ്പോൾ ഇന്ന് സമയം എന്ന് പറഞ്ഞാൽ 5:20 5:25 ആവാനായി. അപ്പോൾ ഇനിയിപ്പോൾ എവിടേക്കും പോക്ക് നടക്കൂല. ഈ ഹൈവേ കാണാൻ നോക്കുക. ഹൈവേ കാണുകയാണെങ്കിൽ താപ കിട്ടുകയാണെങ്കിൽ സൈഡാക്കാം. 5:30 ആയില്ലല്ലേ. ഒരു 7 മണി വരെയൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ 7:00ക്കാണ് സൂര്യാസ്തമയം അല്ലേ. സൂര്യൻ ഇവിടെ 7 മണി വരെ ഉണ്ട്. നിങ്ങളോട് കഴിച്ചില്ലേ? കുറച്ചും കൂടി പോകാന്നല്ല, നമ്മളെ യാത്രക്ക് ഇതാവും നല്ലത്. പിന്നെ നമ്മള് കുക്കിങ് കഴിയുമ്പോ തന്നെ ഒരുപാട് സമയമുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് നമ്മൾ എവിടെക്കെങ്കിലും എത്തിപ്പോണെങ്കിൽ
കൂട്ട് കയറാനായും ചെയ്തു അല്ലേ. ഇന്നിപ്പോ 2 വാട്ടർഫാൾസ് എടുത്ത് ഇന്നത്തെ ദിവസം കഴിഞ്ഞു. ചെങ്ങന്മാരെ ഞങ്ങൾ ഈ നാട് കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ സമയം ഇവിടെ ഉണ്ടോ 6:10 എങ്ങനൊരു എന്ത് തോട്ടത് തേക്കാ അല്ല തേക്കാണ്. അങ്ങോട്ട് നോക്കാം, നേരെ നോക്കാം. തേക്കും തോട്ടമാണത്. ആ ഇല അറിയണ അല്ലേ. ഇതോടത്തെ ഒരു പേപ്പർ പ്ലേറ്റ് ഉണ്ടാക്കണല്ലേ. ഞങ്ങൾ ചായ കുടിക്കണം. കുക്കുവിനിവിടെ പെരും തണുപ്പ്. തണുപ്പുണ്ട് ഇവിടെ തണുപ്പുണ്ട്. മഴ പെയ്ത് ചോർന്നിട്ടുണ്ടാവുന്ന ഒരു തണുപ്പ്. പക്ഷെ ദാപകം എത്തിയില്ല. 6:10 ഇല്ല ഇവിടെ ഇടാറുണ്ട്. ഞങ്ങള് ചായ കുടിച്ചിട്ട് അങ്ങനെ പോവും. ദാവ കിട്ടിയിട്ട് ദാബേന്ന് കാണാനി അല്ലേ. നീ നോൺ സ്റ്റോപ്പ് റണ്ണിങ് കയറും ദാബത്തോളം. സംഭവം നമ്മളിങ്ങനെ ദാബയിൽ എത്തിക്കണം. ചോദിച്ചിട്ടൊന്നുമില്ല. മഴയായിട്ട് ഇവിടെയൊക്കെ ചെളിയാണ് അല്ലടാ. ഇതാണ് ദാബ. നമ്മളെ വണ്ടി വളർത്തിയാണ്. ചായ അവിടെ ഓർഡർ ചെയ്തേക്കണം. ചായ വരും. ചായ കുടിക്കട്ടെ. എന്നിട്ട് ഇവിടെ നിന്ന് ചോദിച്ചു നോക്കാം. ചിലപ്പോൾ തരികാരം ഇല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഇവിടുന്ന് പോകേണ്ടി വരും. അതൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ ഒരു ദാബയിൽ നമുക്ക് 2 ഉണ്ടായിരുന്നു. ഇന്നലെ നല്ലത്. ഇപ്പോഴും തണുപ്പാണ്. തണുപ്പാ ഇന്ന് എനിക്ക് അത്ര തണുപ്പ് പോകണല്ലോ. ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ തണുത്തിട്ട് പോണേ. പനിക്കോ? ഒന്ന് ചൂടാക്കില്ല ഇഞ്ചാ ഗൈസ്. അപ്പോൾ നമ്മുടെ വണ്ടിനെ ഇവിടേക്ക് ഇങ്ങനെ ഒഴിച്ച് നിർത്തിയിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല. വണ്ടി കുറച്ച് ഹൈറ്റ് ഉണ്ടായതുകൊണ്ട് ഒറ്റയടിക്ക് ഈ ഏജന്റുകൾ അങ്ങനെ കയറൊന്നുമില്ല. എന്നാലും കുഴപ്പമൊന്നുമില്ല. നമ്മളിതിലും ബുദ്ധിമുട്ടിൽ നമ്മളെ കാട്ടിലെ ലൈഫിൽ ഫോറസ്റ്റ് ലൈഫിൽ ഇതിലും ബുദ്ധിമുട്ടിൽ നമ്മൾ വണ്ടി നിർത്തിയിട്ടുണ്ട്. അന്ന് ആ കാട്ടിൽ അന്ന് അവിടെ ഒരുപാട് പാമ്പുകൾ ഉണ്ട് എന്നാണ് ഞങ്ങൾക്ക് അന്നേ അവിടെ പറഞ്ഞത്. എന്നിട്ട് നമ്മൾ നിർത്തിയിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഇന്നലെ ഞങ്ങളെ മുമ്പെന്നാണ് ആ ദാബയിൽ ആ കയറുന്ന ആ ഒരു ഏരിയയിൽ ഉണ്ടല്ലോ, അവിടെ നിന്ന് അങ്ങനെ ഒരു പാമ്പ്, ചെറിയൊരു പാമ്പ് കൂട്ടിനെ തച്ച് വന്നവർ അല്ലേ. അപ്പോൾ ഇത്ര ഏരിയകൾ നമുക്ക് അങ്ങനെ ഒറ്റയടിക്ക് വിശ്വസിക്കാനൊന്നും പറ്റില്ല. എന്നാലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ എന്താ വെച്ചാൽ നമ്മളെ സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് ഇങ്ങനെ ചെളിയിലല്ലാതെ ഇറക്കി വെക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ്. അത് ഞാൻ ഇവിടെ ഇടാറുണ്ട്. പിന്നെ അങ്ങോട്ടൊന്നും പറ്റില്ല. അവിടെയൊക്കെ ലോറികളൊക്കെ കൊണ്ടുവന്ന് നിർത്തണ്ടേ. ഇവരുടെ മെയിനായിട്ട് ഓരോ വന്നാലും ഇവർക്ക് എന്തെങ്കിലും മെച്ചമുള്ളൂ. നമ്മൾ വെറുതെ ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ പിന്നെ അവിടേക്കൊക്കെ ഇടാം, മരത്തിൻ്റെ അവിടേക്കൊക്കെ. പിന്നെ അവിടേക്കൊന്നും വേണ്ടെന്ന് എഴുതിയാൽ ഇവിടെ തന്നെ ആയിക്കോട്ടെ. അതാകുമ്പോൾ എന്താ വെച്ചാൽ ആളുകളിങ്ങനെ കാണും ചെയ്യും, നമുക്കും ആൾക്കാരെ കാണാം അല്ലേ. അപ്പോൾ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. ഈ ഒരു വീഡിയോ ഞങ്ങളിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.